സ്വപ്നക്കൂട്. രചന അവതരണം മിത്രവിന്ദ. സുമിത്രേ, എങ്ങനെയുണ്ട് വൈശാഖിനിപ്പോ? അയൽവക്കത്തെ വീട്ടിലെ മാലതിയാണെങ്കിൽ സുമിത്രയെ കണ്ടുകൊണ്ട് വേഗം അവരുടെ മുറ്റത്തേക്ക് വന്നു. നല്ല മാറ്റമുണ്ട് മാലതി. ഇന്നവൻ എല്ലാരെയും മനസ്സിലായി. ആണോ? നന്നായി. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് എല്ലാം ശരിയാകുന്ന്. മാലതി, പിന്നെ കാണാട്ടോ. ശേഖരേട്ടന് കാപ്പി കൊടുക്കട്ടെ. എന്നാലും നമ്മുടെ മോൻ രക്ഷപ്പെട്ടു വന്നല്ലോടി. ഈശ്വരൻ കാത്തു. ഭാര്യ കൊടുത്ത ചൂട് ചായ എടുത്ത് അയാൾ ചുണ്ടോട് ചേർത്തു. ഇത്രയും ദിവസം അനുഭവിച്ച വേദന പെറ്റ വയറിനെ അറിയത്തുള്ളൂ. അത് പറയുമ്പോൾ സുമിത്രയുടെ കണ്ടവിടറി. എടി, ആ കുട്ടി, അവളുടെ വിഷമം കണ്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു. എനിക്കറിയാം ശേഖരേട്ട, നമ്മളെ എല്ലാരെയും അവൻ തിരിച്ചറിഞ്ഞപ്പോഴും അവൾ ചങ്ക് പൊട്ടിക്കരഞ്ഞത് എനിക്കത് ഓർക്കാൻ വയ്യ. ഇന്നാണ് അവളുടെ മുഖം തെളിഞ്ഞത്. ആ ഡോക്ടർക്കാണ് അതിന്റെ മിടുക്ക് കേട്ടോ. അതെ അതെ, ആ ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ ആ ഡോക്ടറാണ് നമ്മുടെ ദൈവം. ഈശ്വരൻ എപ്പോഴും ആ ഡോക്ടറെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അപ്പോഴേക്കും ഉണ്ണിമോൾ കത്തിച്ചു വെച്ച നിലവിളക്കുമായിട്ട് ഉമ്മറത്തേക്ക് വന്നു. വീണയും ഉണ്ണിമോളും കൂടി ഈടത്തിൽ നാമം ചൊല്ലുകയാണ്. സുമിത്രയുടെ ജോലി അപ്പോഴും തീർന്നിട്ടില്ലായിരുന്നു. അവരെല്ലാം ഒതുക്കിപ്പെറുക്കി കുളിച്ചു വന്നപ്പോൾ 8 മണി കഴിഞ്ഞിരുന്നു. അച്ഛ, അത്താഴം എടുത്ത് വെക്കട്ടെ? അമ്മ കുളി കഴിഞ്ഞോടി ഉണ്ണിമോളെ? ആ, അമ്മ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുകയാണ്. മീനൊന്നും ഇല്ലേടി? ഇല്ലച്ചാ, ആ ശശിയണ്ണൻ ഇന്ന് മീനും കൊണ്ട് വരുന്നതിന് മുന്നേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയിരുന്നു. അതെന്തായാലും നന്നായി. കായ മെഴുക്കുവരട്ടിയും രസവും കൊണ്ടാട്ടവും അത്രയുമുള്ളായിരുന്നു വിഭവങ്ങൾ. വായിക്ക് രുചിയുള്ളതൊന്നും ഇല്ലേടി. 2 കൊണ്ടാട്ടം എടുത്ത് വായിലേക്ക് ഇട്ടുകൊണ്ട് ശേഖരൻ ഭാര്യയോട് ചോദിച്ചു. നാളെ മേടിക്കാം, ഇന്നിതൊക്കെ കൂട്ടി കഴിക്കും. ശേഖരൻ ഫോണുമായിട്ട് സെറ്റിയിൽ പോയിരുന്നു. ആ മോളെ, ചോറുണ്ടോ? എങ്ങനെയുണ്ട് മോളെ? ആണോ? അവരെല്ലാവരും ഇവിടെ ഉണ്ട്. എങ്കിൽ ശരി മോളെ. മോളായിരുന്നോ എന്തു പറഞ്ഞവൾ? അവൻ കുഴപ്പമില്ലാണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നു. ശേഖരൻ TV ഓൺ ചെയ്തിട്ട് വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി, ഇത്തിരി വെള്ളം. ലക്ഷ്മി ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ടുവന്ന് അവന് കൊടുത്തു. എന്താ ഏട്ടാ, എന്തെങ്കിലും വയ്യാഴികയുണ്ടോ? ഓ ഇല്ലടി, വല്ലാത്ത പരവശം. അതെന്താ ഏട്ടാ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഡോക്ടറെ വിളിക്കാം. വേണ്ട പെണ്ണെ, അതിന് മാത്രം കുഴപ്പമൊന്നുമില്ല. നീ വെറുതെ ബഹളം വെക്കാതെ. എങ്കിലും അവനെ ലംഘിച്ചുകൊണ്ട് അവൾ റൂമിന് വെളിയിലേക്ക് പോയി. ഡ്യൂട്ടി ഡോക്ടറായിരുന്നുള്ളത്. അയാൾ വന്ന് BP ചെക്ക് ചെയ്തു. വേറെ പ്രോബ്ലം ഒന്നുമില്ല, BP ഒക്കെ നോർമലാണ്. ഡോക്ടർ, ഭയങ്കര പരവശമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. മെഡിബാത്തിന്റെ ബോഡി വൈപ്സ് ഇല്ലേ, അതെടുത്ത് വൈശാഖിന്റെ ബോഡിയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്ക്. ഈ ചൂടല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഡ്യൂട്ടി ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്താ എൻ്റെ ലക്ഷ്മി, നീ വെറുതെ ബഹളം വെക്കാതെ. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവൾ അവനെ തുടയ്ക്കുവാനായുള്ള ബോഡി വൈപ്സ് എടുക്കുകയായിരുന്നു. ഏട്ടനോട് മിണ്ടാതിരിക്കാൻ നോക്ക്, എനിക്ക് പേടിയാ. അതുകൊണ്ടാ ഞാൻ ഇത്തിരി ബഹളമൊക്കെ വെക്കുന്നേ. അവൾ അവന്റെ ടീഷർട്ട് ഊരി മാറ്റിയിട്ട് ദേഹമൊക്കെ നന്നായി തുടയ്ക്കുകയാണ്. നീ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ? അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എന്ത് കഷ്ടപ്പാട് എന്റെ ഏട്ടാ? എന്താ ഞാൻ മലമറിക്കുകയാണോ? നല്ലൊരു മണവും ചെറിയ നനവുമൊക്കെ ഉള്ളതുകൊണ്ട് ദേഹം തുടച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആകെ ഒരു ഉന്മേഷം തോന്നിയിരുന്നു. ഇപ്പോ എങ്ങനെയുണ്ട്? മാറ്റമുണ്ടോ ഏട്ടാ? ചെറിയ മാറ്റമുണ്ട്. എന്നാലും പൂർണ്ണമായി മാറണമെങ്കിൽ നീ ഒരു ഉമ്മ തന്നാ മതി. അതെ, ഇത് ഹോസ്പിറ്റലാ, അല്ലാതെ നമ്മൾ ഹണിമൂണിന് വന്നതൊന്നുമല്ല. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. എടി, ഞാനൊരു പുരുഷനല്ലേടി. എന്റെ കാലൊടിഞ്ഞെന്നേ ഉള്ളൂ. എന്റെ ഹൃദയത്തിനൊരു കുഴപ്പവുമില്ല. അടങ്ങിക്കിടന്നില്ലെങ്കിൽ ആ ഹൃദയം എടുത്ത് ഞാനിവിടെ ആർക്കെങ്കിലും മാറ്റിവെക്കും. ഞാനും അത് ഓർക്കാതിരുന്നില്ല. ആ സിസ്റ്റർ റിയ കൊള്ളാം അല്ലേടി. അവർക്കാണെങ്കിൽ എന്നോട് മുടിഞ്ഞ സോപ്പ് കോണറും. ആണോ? അയ്യട, എന്തൊരു വലിയ കണ്ടുപിടുത്തം. നിങ്ങൾ ISROയിലെങ്ങാനും പോയി അതിന്റെ തലപ്പത്തിരിക്കാൻ മേലായിരുന്നോ? എന്നിട്ടോടി? എന്നിട്ട് അവർ വിക്ഷേപിക്കുന്ന റോക്കറ്റിൽ കയറി
വല്ല ബഹിരാകാശത്തേക്കും പോകാൻ നോക്ക്. ഓ, എന്തൊരു തമാശ! നീ ഇതൊക്കെ എങ്ങനെയടി പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നേ? നിന്നെ കൊണ്ടല്ലാണ്ട് ആർക്കും ഇതിനൊന്നും സാധിക്കില്ല കേട്ടോ. കിടന്നുറങ്ങാൻ നോക്കി ചെറുക്കാം, നിന്ന് വാചകം അടിക്കാതെ. അവൾ ഒച്ച വെച്ചതും അവൻ പിന്നീട് ഒന്നും സംസാരിച്ചില്ല. ലക്ഷ്മി നോക്കിയപ്പോ അവൻ മുഖം വീർപ്പിച്ച് കിടക്കുകയാണ്. അങ്ങനെ കിടന്നുറങ്ങാൻ നോക്ക്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അവളും ബെഡിൽ കയറി കിടന്നു. മെല്ലെ കണ്ണുകൾ അടച്ചു. പാവം, അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയല്ലോ എന്ന് അവൻ ഓർത്തു. എത്ര ദിവസമായി അവൾ ഉറങ്ങാതെ കാവലിരിക്കുകയാണ്. ഈശ്വര, നീ എന്നൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ എന്റെ ലക്ഷ്മി. എന്റെ ഗുരുവായൂരപ്പ, കൂടുതൽ ആഗ്രഹമൊന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരു 50 വർഷം. അത് കുറവായി പോകും. ഒരു 60 വർഷം. അല്ലെങ്കിൽ വേണ്ട, ഒരു 70 വർഷമെങ്കിലും. അത് മതി, അത് മാത്രം മതി. അവൻ മിഴികൾ അടച്ചു. ഉറക്കം വരുന്നില്ലെങ്കിലും അവൻ വെറുതെ കണ്ണുകളടച്ച് കിടക്കുകയാണ്. തന്റെ കവിളത്ത് ലക്ഷ്മിയുടെ അധരങ്ങൾ പതിഞ്ഞതും അവൻ മിഴികൾ തുറന്നു. പെട്ടെന്ന് തന്നെ അവൻ തന്റെ വലതു കൈകൊണ്ട് അവളെ വട്ടം പിടിച്ചു. അവൻ തിരിച്ചു അവളുടെ മൂർധാവിൽ നുകർന്നു. നീ ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ വിചാരിച്ചു. അവൻ മെല്ലെ മന്ത്രിച്ചു. കുറച്ചു നിമിഷം അവന്റെ കരവലയത്തിൽ ഒതുങ്ങിയെങ്കിലും അവൾ വേഗം തന്നെ ഒഴിഞ്ഞു മാറി. നിനക്കെന്താ ഇത്രയും നാണം? നീ ആരെയാ പേടിക്കുന്നത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അങ്ങനൊന്നുമില്ല, അതൊക്കെ വെറുതെ. നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. അവൻ 2 തവണ പറഞ്ഞെങ്കിലും അവൾ പക്ഷെ നോക്കിയില്ല. നീ ഇവിടെ വന്നിരുന്നേ, അവൻ പറഞ്ഞപ്പോ അവൾ അവന്റെ ചാരയെ വന്നിരുന്നു. ലക്ഷ്മി, നീ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചേ. പെട്ടെന്ന് തന്നെ അവൾ അവനെ ചാരിയിരുത്തി. അവനൊരു കൈകൊണ്ട് അവളെയും പിടിച്ച് തന്റെ അരികത്തേക്ക് തന്നോട് ചേർത്തിരുത്തി. പ്രായത്തിന്റെ പക്വതയൊന്നും അവൾക്കായിട്ടില്ലെന്ന് അവനോർത്തു. ലക്ഷ്മി, അവൻ അവളുടെ താടി പിടിച്ചുയർത്തി. നീ എന്തിനാ പേടിക്കുന്നത്? എന്നെ പേടിയാണോ? ഇല്ല എന്ന് അവൾ ചുമൽ കൂപ്പിച്ചു. നീ നീ എന്റെ പെണ്ണാണ് ലക്ഷ്മി. എനിക്ക് എനിക്ക് മാത്രം അവകാശപ്പെട്ടവളാണ് നീ. ഈ വൈശാഖിനു വേണ്ടി ജനിച്ച പെണ്ണാണ് നീ. അറിയാമോ, ഞാൻ ചാർത്തിയ താലിയാണ് നിന്റെ ഹൃദയത്തെ പറ്റിച്ചേർന്ന് കിടക്കുന്നത്. അതുകൊണ്ട് ഇത്രയ്ക്ക് പേടിയെന്നാണോ? ഒന്നും വേണ്ട. അത് പറയുമ്പോൾ അവന്റെ ശബ്ദം ചെലുമ്പിച്ചിരുന്നു. അവനതൊക്കെ പറഞ്ഞെങ്കിലും ലക്ഷ്മി തിരിച്ചു മറുപടിയൊന്നും പറഞ്ഞില്ല. പോയി കിടന്നു, ഗുഡ് നൈറ്റ്. വൈശാഖനത് പറയുമ്പോൾ ലക്ഷ്മി അതനുസരിച്ചു. എടോ, ഞാനിങ്ങനെ ഇരുന്നാ മതിയോ? ഐ എം സോറി ഏട്ടാ. ലക്ഷ്മി വന്ന് അവനെ മെല്ലെ കട്ടിലേക്ക് കിടത്തി. ലക്ഷ്മി, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോന്ന് അവൻ ചോദിച്ചതും അവൾ അവനെ ദേഷ്യപ്പെട്ട് നോക്കി. എന്താ, എന്തു പറ്റി? എന്നാലും ഏട്ടൻ പറഞ്ഞില്ലേ ആ സിസ്റ്റർ റിയയ്ക്ക് ഹൃദയം കൊടുക്കണമെന്ന്? അതൊക്കെ ഞാൻ പറഞ്ഞതാ. നീ വിചാരിച്ചാൽ അതൊക്കെ മാറ്റിയെടുക്കാം. അയ്യട, മിണ്ടാതെ കിടന്ന് ഉറങ്ങും മാഷേ. 2-3 ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും അവർക്ക്. എന്തായാലും നമുക്ക് ഇന്ന് ഡിസ്ചാർജ് ആകാൻ കേട്ടോ വൈശാഖൻ. ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞതും വൈശാഖിന്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. താങ്ക്സ് ഡോക്ടർ, അവൻ പറഞ്ഞു. കുറച്ച് ദിവസം കൂടി ടാബ്ലറ്റ് ഒക്കെ കഴിക്കണം. ഞാൻ എല്ലാം എഴുതിയേക്കാം. ഓക്കെ ഡോക്ടർ. വീട്ടിൽ പോയാലും ഇയാൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. ഞാൻ പറയാതെ തന്നെ അറിയാലോ അല്ലേ? ഡോക്ടർ പറഞ്ഞപ്പോൾ അവൻ തലകുലുക്കി. പതിയെ പതിയെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് നമുക്ക് നടന്നു തുടങ്ങാം കേട്ടോ. ഓക്കെ ഡോക്ടർ. എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി. ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ലക്ഷ്മി, നീ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചറിയോ? അച്ഛൻ പൈസയായിട്ട് വരട്ടെ, എന്നിട്ട് വേണം ഡിസ്ചാർജ് ആവാൻ, അവൻ പറഞ്ഞു. എങ്കിലും അവൾ ശേഖരനെ വിളിക്കാൻ കൂട്ടാക്കിയില്ല. പതിയെ അവൾ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. ലക്ഷ്മി അപ്പോൾ തന്നെ വിവരങ്ങളെല്ലാം അശോകനോട് വിളിച്ചു പറഞ്ഞു. വൈകാതെ തന്നെ അയാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. അയാളാണ് ബില്ലെല്ലാം തീർത്തത്. അതറിഞ്ഞതും വൈശാഖന് ചെറിയ ദേഷ്യം വന്നു. അശോകൻ തന്നെയാണ് അവളെ രണ്ടാളെയും വീട്ടിലേക്കാക്കിയത്. ഏകദേശം 2 മണിയായപ്പോഴാണ് അവർ വന്നത്. അയ്യോ, ഇന്ന് വിടുവായിരുന്നോ മോളെ? വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. സുമിത്ര വേഗം മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഇന്ന് കാലത്തെയാണമ്മേ ഡോക്ടർ വിവരം പറഞ്ഞത്. പിന്നെ അച്ഛൻ വരാന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ പിന്നെ ഇങ്ങോട്ട് വിളിച്ചു പറയാതിരുന്നത്. അവൾ കുറേയേറെ കവറുകളുമായിട്ട്
വീടിന്റെ അകത്തേക്ക് കയറി വന്നു. ശേഖരൻ പാടത്തേക്ക് പോയിരുന്നു. അയാളെ വേഗം പോയി സുമിത്ര വിളിച്ചുകൊണ്ടുവന്നു. എന്നാലും ആ കുട്ടി അശോകനെ കൊണ്ട് വലിയ തീർക്കുണ്ടായിരുന്നു. ശേഖരൻ സുമിത്രയോട് പറഞ്ഞു. അതെ, ഞാനും ആ കുട്ടിയോട് ചോദിച്ചതാ, പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. അശോകനും ശേഖരനും കൂടി വൈശാഖിനെ പതിയെ കാറിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ റൂമിൽ കിടത്തി. ലക്ഷ്മി ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിരുന്നു. ഇപ്പോൾ സമാധാനായോ ഏട്ടാ? ഹോസ്പിറ്റലിൽ വെച്ച് എന്തൊരു ബഹളായിരുന്നു എന്നറിയോ? എൻ്റെ അമ്മേ, ഏട്ടന് വീട്ടിൽ പോണം, കാറ്റു കൊള്ളണം, ഫ്രണ്ട്സിനെ കാണണം. ഇങ്ങനൊന്നും അടഞ്ഞുകൂടി കിടന്നില്ലല്ലോ മോളെ, അതുകൊണ്ടാ. അതുവല്ലോ ഇവക്ക് പറഞ്ഞാൽ മനസ്സിലാവോ അമ്മേ? അയ്യോ, എനിക്കതൊന്നും മനസ്സിലാവില്ല. സാറൊന്ന് പഠിപ്പിച്ചു തരാമോ? അവൾ ചിരിച്ചുകൊണ്ട് റൂമിന് വെളിയിലേക്ക് പോയി. നിന്നെയെല്ലാം പഠിപ്പിച്ചു തരുമ്പോ എന്റെ മൂക്കിൽ പല്ല് കിളുക്കും. അവൻ പെറുപിറുത്തു. വീണയും ഉണ്ണിമോളുമൊക്കെ ഓണാവധി ആയതിന് വീട്ടിൽ തന്നെയുണ്ട്. അശോകന് ഊണ് കൊടുക്കേണ്ടതുകൊണ്ട് എന്തൊക്കെയോ കറികൾ കൂടി കാലവാക്കുന്നുണ്ട് സുമിത്ര. അമ്മയെ സഹായിക്കുകയാണ് അവർ രണ്ടാളും. അമ്മേ, ഇതെന്തെടുക്കുക? അച്ഛന് ഊണ് കൊടുക്കണ്ടേ മോളെ? ഞാൻ ഇത്തിരി പയറുപ്പേര് കൂടി വെക്കാം, പപ്പടം കൂടി വറുത്താൽ മതി. വേറെ കറി എന്തൊക്കെയുണ്ട്? എരിശ്ശേരിയും കോവയ്ക്കാ തോരനും കിളിമീൻ പൊരിച്ചതുമായിരുന്നു മോളെ കറി വെച്ചത്. അച്ഛൻ വരുമെന്ന് പറഞ്ഞില്ലല്ലോ. ലക്ഷ്മി വേഗം പുറത്തേക്ക് പോയി. അശോകനപ്പോൾ വൈശാഖനുമായിട്ട് സംസാരിക്കുകയാണ്. അച്ഛാ, ഒന്നിങ്ങോട്ട് വന്നേ. അവൾ വന്ന് അശോകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പോയി. വൈശാഖിന് കാര്യമൊന്നും മനസ്സിലായില്ല. അവൾ അശോകനുമായിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു. അച്ഛാ, ഇത് നോക്കിക്കേ. എരിശ്ശേരിയുണ്ട്, കോവയ്ക്ക തോരനുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, പിന്നെ കട്ടത്തൈരും അച്ചാറും. അച്ഛൻ വന്നത് പ്രമാണിച്ച് ഇതെല്ലാം പോരാഞ്ഞിട്ട് ദേ പയറുപ്പേര് വെക്കുന്നു. ഇനി പപ്പടം കൂടി വെറുക്കാൻ കിടക്കുന്നു. എന്റെ അമ്മേ, എന്തിനേച്ചി ഇത്രയും കറികൾ? എനിക്കൊന്നും ഉണ്ടാക്കണ്ട. ആ കട്ടത്തൈരും അച്ചാറും മതി എനിക്ക്. കൂടെ മീൻ പൊരിച്ചതുണ്ടെങ്കിൽ എനിക്ക് കുശാലായി. ഈ കുട്ടി പറയണതൊന്നും കാര്യാക്കണ്ട. അശോകം പോയിരുന്നാട്ടെ, ഞാനിപ്പോ ഊണ് വിളമ്പാം. അതും പറഞ്ഞുകൊണ്ട് സുമിത്ര വേഗം പ്ലേറ്റുകളൊക്കെ എടുത്ത് കഴുകാൻ തുടങ്ങി. ഊണൊക്കെ കഴിഞ്ഞ് അശോകൻ അവരോടെല്ലാരോടും യാത്ര പറഞ്ഞു പോയി. ലക്ഷ്മിയും ഉണ്ണിമോളും കൂടി വന്നപ്പോൾ മുതലുള്ള നനയ്ക്കലാണ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിയുടെ നടു ഒടിഞ്ഞു. ജോലിയെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അവൾ തിരികെ റൂമിലെത്തിയപ്പോൾ വൈശാഖൻ മയങ്ങുകയായിരുന്നു. അവൾ തന്റെ ഫോണെടുത്ത് അമ്മയെയും ദീപ ചേച്ചിയെയും ഒക്കെ വിളിച്ച് സംസാരിച്ചു. ആദ്യത്തെ ഓണമല്ലേ, അതിങ്ങനെയായല്ലോ മോളെ. ശ്യാമള മകളോട് ചോദിച്ചു. ഓ, അതിലൊക്കെ എന്തിരിക്കുന്നമ്മേ, എല്ലാ വർഷവും ഉള്ളതല്ലേ ഓണം. ഈ വർഷം നമ്മൾ ആഘോഷിച്ചില്ലെന്ന് കരുതി അടുത്ത കൊല്ലം ഓണം വരാതിരിക്കില്ലല്ലോ. അവൾ അതൊക്കെ എത്ര നിസ്സാരമാക്കി കളഞ്ഞുവെന്ന് ശ്യാമളെ ഓർത്തു. എല്ലാ വർഷവും അത്തം മുതൽ 10 ദിവസം പൂക്കളവും ഇട്ട് ഓണക്കോടി 1 മാസം മുന്നേ തയ്ച്ചു വെച്ച് മുത്തശ്ശിയെ തറവാട്ടിൽ നിന്ന് നേരത്തെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നുമൊക്കെ ഓണം ആഘോഷിച്ചിരുന്ന പെൺകുട്ടിയാണ്. കഴിഞ്ഞ വർഷം വരെ അവൾ നാട്ടുമാവിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നതാണ്. ഇന്നവൾ പറയുക ഓണം എല്ലാ കൊല്ലവും വരുന്നതല്ലേന്ന്. വൈശാഖനുണ്ടെന്നപ്പോ ലക്ഷ്മി ഉണങ്ങിയ തുണികളൊക്കെ അലമാരയിൽ മടക്കി വെക്കുകയാണ്. സമയം ഇത്രയായോ? എന്റെ ഈശ്വര! അവൻ ക്ലോക്കിലേക്ക് നോക്കുകയാണ്. 4 മണിക്കൂറായി ഓൻ ഉറങ്ങാൻ തുടങ്ങിയിട്ട്. ക്ഷീണമൊക്കെ മാറിയോ? 4 മണിക്കൂറോ? നിനക്കെന്നെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നോടി? ആ, ബെസ്റ്റ്. ഉറങ്ങുന്ന ആളെ വിളിച്ചെഴുന്നേപ്പിക്കാനോ? എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണിത്. നല്ല കാര്യം. തൽക്കാലം നീ എനിക്കൊരു ചായ എടുത്തിട്ട് വാ. വൈശാഖനെ കാണാൻ അന്ന് കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും സഹതാപത്തോടെ നോക്കുകയാണ്. ചിലരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ അവന് ദേഷ്യം വന്നു. ആകെ ഒരു സമാധാനം വിഷ്ണു അനുവും വന്നപ്പോഴാണ്. എങ്ങനെയുണ്ടടാ, ഓക്കെ ആയോ? ഓ, നടക്കാൻ വയ്യല്ലോടാ, അതുകൊണ്ടാകെ ഒരു വിഷമം. അതൊന്നും കാര്യാക്കണ്ട. ആ കാറുകാരൻ എവിടെയുള്ളതായിരുന്നു? അനൂപ് ചോദിച്ചു. അതൊരു ലേഡിയായിരുന്നു. പോലീസ് ഒന്ന് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചായിരുന്നു. എന്തേലും ആവട്ടെ, വേറൊന്നും സംഭവിച്ചില്ലല്ലോ. എടാ, സന്ധ്യ ആവറായി, ഞങ്ങളെന്നാ ഇറങ്ങുവാണേ. അവർ രണ്ടാളും കൂടി എഴുന്നേറ്റു. ഇടയ്ക്ക് ഇറങ്ങടാ, തന്നെ ഇരുന്ന് ബോറടിച്ചു. വരാടാ, നീ വിളിച്ചാ മതി. രാത്രിയിൽ വൈശാഖനുള്ള ഭക്ഷണം സുമിത്ര കൊണ്ടുവന്നു കൊടുത്തു.
ലക്ഷ്മി എന്തിയമ്മേ? മോൾ ആരെയോ ഫോണ് വിളിക്കുവാണ്. അവളെ ഇങ്ങോട്ടൊന്ന് വിളിക്കുമോ അമ്മേ? ഉം, വിളിക്കാം. കുറച്ചു കഴിഞ്ഞതും ലക്ഷ്മി മുറിയിലേക്ക് വന്നു. നീ ഇതെവിടായിരുന്നു? ഊണ് കഴിച്ചോ? ഇല്ല ഏട്ടാ. എന്താ? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാ. എന്താ ഏട്ടാ? എന്തു പറ്റി? അത് ഇപ്പോൾ പ്രീതി ടെക്സിൽ നിന്നും വിളിച്ചിരുന്നു, അവിടുത്തെ മാനേജർ. ആണോ? എന്നിട്ടോ? അവര് നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ ഏട്ടാ? നാളെ അവർ വരട്ടെ. നമുക്കിപ്പോ അതിനെക്കുറിച്ച് ഒന്നും ഓർക്കണ്ട. ഈ ഭക്ഷണം എല്ലാം കഴിച്ചു തീർക്കാൻ നോക്ക്. എന്നിട്ട് നമുക്ക് ഗുളിക കഴിക്കാം. ലക്ഷ്മിയാണെങ്കിൽ വീണയുടെയും ഉണ്ണിമോളുടെയും ഒപ്പമിരുന്നാണ് കഴിച്ചത്. എല്ലാം കഴിഞ്ഞു അവൾ കിടക്കാനായി റൂമിലെത്തിയപ്പോൾ 10 മണി കഴിഞ്ഞു. അവന്റെ അടുത്തുള്ള കട്ടിലിന്റെ ഒരറ്റത്തായി അവൾ വന്നിരുന്നു. ഇളയ്ക്ക് കൈയും കൊടുത്താണ് അവളുടെ ഇരിപ്പ്. അതിൻ്റെ ഇടയ്ക്ക് തന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ അവൾ ഓടി ഓടി വരും. ലക്ഷ്മി, നീ ഇന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു. ആകെ മടുത്തല്ലേ? ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഓ ഇല്ല ഏട്ടാ. ഏട്ടന് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട, നീ വന്ന് കിടക്ക്. എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റു. നിലത്തൊരു ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചു. നീ എന്തായി കാണിക്കുന്നേ? ഈ കട്ടിൽ കയറി കിടക്ക്. അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. ദേ പെണ്ണെ, മര്യാദയ്ക്ക് ഇവിടെ കയറി കിടന്നേ. ഈ കട്ടിലിൽ ആവശ്യത്തിൽ കൂടുതൽ സ്ഥലമുണ്ട്. ഏട്ടാ, അതേ, അമ്മ പറഞ്ഞു ഇവിടെ കിടന്നാ മതിയെന്ന്. അമ്മയോ? ഏതമ്മ? എൻ്റെ അമ്മ. എന്തിന്? അത് ഏട്ടാ, ഞാൻ. എന്താ ലക്ഷ്മി, നീ കാര്യം പറയൂ. ഒന്നുമില്ലേട്ടാ. പിന്നെ പിന്നെന്താ? ഈ അശുദ്ധിയായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഭർത്താക്കന്മാരുടെ കൂടെ കിടക്കില്ല. അത് കേട്ടതും വൈശാഖം പൊട്ടിച്ചിരിച്ചു. അതാണപ്പോ കാര്യമല്ലേ? ശരി ശരി, നീ ഇപ്പൊ എൻ്റെ അടുത്തേക്കൊന്ന് വന്നേ പെണ്ണേ. മടിച്ചു മടിച്ചാണ് ലക്ഷ്മി അവന്റെ അരികത്തേക്ക് വന്നത്. അവൻ തന്റെ കൈ നീട്ടി അവളെ അവന്റെ അരികത്തായി ഇരുത്തി. എന്റെ ലക്ഷ്മി, നിന്റെ വീട്ടിലെ ആചാരങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എന്നും ഭാര്യ ഭർത്താവിൻ്റെ ഒപ്പം മാത്രമാണ് കിടക്കാറ്. അതുകൊണ്ട് നമ്മൾക്കായിട്ട് അതൊന്നും തെറ്റിക്കണ്ട. എന്നാലും ഏട്ടാ, അമ്മ പറഞ്ഞത്. അമ്മയോട് നീ ഇപ്പൊ പറയാൻ പോവാണോ? അല്ല, എന്നാലും. എന്നാലും ഇല്ല. നീ ഇവിടെ കിടന്നു. അവൻ നിർബന്ധിച്ചപ്പോ പിന്നീട് അവൾ എതിർത്തൊന്നും പറഞ്ഞില്ല. എത്ര ദിവസം കൂടിയാണ് വൈശാഖേട്ടന്റെ കൂടെ കിടക്കുന്നതെന്ന് അവൾ ഓർത്തു. കാലത്തെ ശേഖരം പാടത്തേക്ക് പോയി. ഏത്തവാഴിക്ക് നല്ല ചിലവാണ് കിട്ടുന്നത്. അതുകൊണ്ട് അയാൾ കാലത്തെ പോകും. ഒരുപാട് തിരക്കുണ്ട്. സാധാരണ വൈശാഖം വരുന്നതായിരുന്നു സഹായിക്കാൻ. പക്ഷെ ഇക്കുറി അവന് വയ്യാണ്ടായി പോയതുകൊണ്ട് ശേഖരൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. സുമിത്രയും ഉണ്ണിമോളും കൂടി പൂവാലിയെയും മണിക്കുട്ടിയും കൊണ്ട് തൊടിയിലേക്ക് പോയി. ലക്ഷ്മിയാണെങ്കിൽ റൂമെല്ലാം തുടയ്ക്കുകയാണ്. അപ്പോഴാണ് മുറ്റത്തൊരു കാർ വന്ന് നിന്നത്. നോക്കിയപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയത് രംഗനാഥ ഷെട്ടിയായിരുന്നു. കൂടെ അയാളുടെ മകനും. തുടരും.